മഹാരാഷ്ട്രയിലെ മഹാഗാവ് ഗ്രാമം ഒരു കർഷക ഗ്രാമമാണ്. അവിടെ ഒരു കർഷക കുടുംബത്തിലെ കുടുംബാംഗങ്ങളെല്ലാം വളരെ അടുത്തടുത്ത് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടാൻ തുടങ്ങി. ഗ്രാമവാസികൾ ആ വീടിനെ ഭയന്ന് ആ വീടിരിക്കുന്നതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പോലും വരാതെയായി. ആളുകൾ പല കഥകളും പറഞ്ഞുണ്ടാക്കി. മാവോയിസ്റ്റുകൾ കൊല്ലുന്നതാവാം, പ്രേതബാധയാവാം എന്നൊക്കെ. ഒടുവിൽ മുംബൈ പോലീസ് ആ കേസ് ഏറ്റെടുത്തു. സുഹൃത്തുക്കളെ, ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിലെ അഹോരി താലൂക്കിലാണ് മഹാഗാവ് ഗ്രാമം. നെൽപ്പാടങ്ങളുടെ ഗ്രാമമാണ്. അവിടെയാണ് 59കാരനായ ശങ്കർ കുംഭാരെയും കുടുംബവും താമസിച്ചു വരുന്നത്. വളരെ ആരോഗ്യവാനായിരുന്ന ശങ്കർ കുംഭാരയ്ക്ക് 2023 സെപ്റ്റംബർ 20-ന് വളരെ പെട്ടെന്ന് തന്നെ ദേഹമാസകലം ഇക്കിളി പൂണ്ട ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ഒപ്പം കടുത്ത നടുവേദനയും തലവേദനയും നാക്കിന് മരവിപ്പും അനുഭവപ്പെട്ടു. തൊട്ടു പിന്നാലെ ഇയാളുടെ ഭാര്യയായ വിജയ് കുംഭാരയ്ക്കും ഇതേ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. താമസിയാതെ രണ്ടുപേരും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടിയെത്തി. അവിടെയുള്ള ഡോക്ടർ ഇവർക്ക് കൂടുതൽ ചികിത്സ ലഭിക്കുന്നതിനായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ രണ്ടുപേരും മരണപ്പെട്ടു. ഇതൊരു സാധാരണ മരണമായി എല്ലാവരും കണ്ടുള്ളൂ. ഇവർക്ക് 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആണും. രണ്ടാമത്തെ മകൻ ഡൽഹിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ മാതാപിതാക്കളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ച് ജോലിക്കെത്തി ഒരാഴ്ചയായപ്പോഴേക്കും അയാളെ തേടി മറ്റൊരു ദുഃഖവാർത്ത എത്തി. ഇയാളുടെ മൂത്ത ചേച്ചിയായ 34കാരി കോമളിനെയും അനുജനായ 29കാരൻ രോഷിനെയും വിജയ് കുംഭാരയുടെ അനുജത്തിയായ 41കാരി വർഷയെയും ഇതേ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നുവെന്നാണ്. വളരെ താമസിയാതെ തന്നെ ഇവരും മരണപ്പെട്ടു എന്ന വാർത്ത അയാളെ തേടിയെത്തി. അങ്ങനെ ഈ രണ്ടാമത്തെ മകൻ ഡൽഹിയിൽ നിന്നും വീണ്ടും മഹാഗാവ് ഗ്രാമത്തിലേക്ക് എത്തി. 2023 സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 15 വരെയുള്ള ഏതാണ്ട് 25 ദിവസത്തിനുള്ളിൽ ആ കുടുംബത്തിലെ 5 പേരാണ് ദുരൂഹമായി മരണപ്പെട്ടിരിക്കുന്നത്. ഇവരെ പരിശോധിച്ച ഡോക്ടർമാർക്ക് ഇതെന്ത് അസുഖമാണെന്നോ ഇതെന്ത് അസുഖത്തിന്റെ ലക്ഷണമാണെന്നോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കളുടെ ശവസംസ്കാര ചടങ്ങിനെത്തി ഡൽഹിയിലേക്ക് മടങ്ങിയ രണ്ടാമത്തെ മകനും ഡ്രൈവർക്കും ഇതേ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതിനെ തുടർന്ന് ബന്ധുക്കൾക്കും ഈ മകനും തങ്ങളുടെ കുടുംബത്തെ ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് ഒരു തോന്നലുണ്ടായി. അതിനെ തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി. ആ മകനും ഡ്രൈവറും ഡൽഹിയിലെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. മുംബൈ പോലീസ് ഈ കേസ് ഏറ്റെടുത്ത് വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷിച്ചു തുടങ്ങി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. ആ വീട്ടിലെ മരുമകളായ സംഘമിത്രയ്ക്ക് മാത്രം ഈ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന്. അങ്ങനെ പോലീസ് ഈ മരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയോടുകൂടി സംഘമിത്രയോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ സംഘമിത്ര തനിക്ക് അറിയില്ല എന്ന മറുപടിയും നൽകി. പോലീസ് ഇവരെ ചികിത്സിച്ച ഡോക്ടർമാരെടുത്ത് പല കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു. ഈ രോഗത്തെക്കുറിച്ചും രോഗലക്ഷണത്തെക്കുറിച്ചുമൊന്നും ഡോക്ടർമാർക്കും വ്യക്തമായ ഒരു മറുപടി പോലീസിന് നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലായി. എങ്കിലും പോലീസിന് സംഘമിത്ര എന്ന പിടിവള്ളി അങ്ങ് വിട്ടുകളയാൻ മനസ്സ് വന്നില്ല. പോലീസ് 2 ടീമായി തിരിഞ്ഞ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സംഘമിത്രയെ വീണ്ടും വീണ്ടും തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ സംഘമിത്ര ഭയക്കുന്നത് അവർ മനസ്സിലാക്കി. ഒരു ടീം നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് ഡോക്ടർമാർ ചേർന്നാണല്ലോ ഈ രോഗികളെ ചികിത്സിച്ചത്. അങ്ങനെ അവർ ഡോക്ടർമാരെടുത്ത് പല കാര്യങ്ങളും ചോദിച്ചു. സീനിയർ ഡോക്ടറോട് പോലീസ് ചോദിച്ച് എന്തെങ്കിലും ഒന്ന് അങ്ങേക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. ആ സമയത്ത് ആ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. ആ ഒരു കാര്യം വെച്ചിട്ട് പോലീസ് വീണ്ടും സംഘമിത്രയെ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ സംഘമിത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ശങ്കർ കുംഭാരയുടെയും വിജയ് കുംഭാരയുടെയും ഇളയ മകനായ റോഷനും സംഘമിത്രയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. സംഘമിത്രയുടെ വീട്ടുകാർ ഈ ബന്ധത്തിന് എതിരായിരുന്നതിനാൽ സംഘമിത്ര വീട് വിട്ട് റോഷനൊപ്പം ഇറങ്ങിപ്പോന്നതാണ്. റോഷന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന സംഘമിത്രയ്ക്ക് ആദ്യത്തെ കുറച്ചാഴ്ചകൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ പിന്നെ റോഷന്റെ അമ്മയായ വിജയ് കുംഭാരയും നാത്തൂനായ കോമള് ഇവരെ കുത്തുവാക്കുകൾ പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്രേ. ഇങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് റോഷൻ സംഘമിത്രയെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2023 രക്ഷാബന്ധൻ വന്നെത്തി. നമ്മളിവിടെ ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന പോലെയാണ് അവർക്കവിടെ രക്ഷാബന്ധൻ. ഈ സമയത്ത് സംഘമിത്രയുടെ വീട്ടുകാർ അവളോട് ക്ഷമിച്ചിരുന്നു. സംഘമിത്രയും റോഷനും സംഘമിത്രയുടെ വീട്ടിലേക്ക് ചെല്ലാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സംഘമിത്ര ഈ വിവരം റോഷനോടും റോഷന്റെ ഫാമിലിയോടും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റോഷനും അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് സംഘമിത്രയോട് തറപ്പിച്ചു പറഞ്ഞു. റോഷനും ഒപ്പം ചെല്ലില്ല എന്ന് പറഞ്ഞു. എങ്കിലും സംഘമിത്രയെങ്കിലും ഒറ്റയ്ക്ക് പോകാനായി ഒരുങ്ങി വന്നപ്പോൾ അതിനെ തടഞ്ഞു എന്ന് മാത്രമല്ല
റോഷൻ അവളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ സംഘമിത്രയുടെ അച്ഛൻ അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. അച്ഛന്റെ ആത്മഹത്യയിൽ സംഘമിത്ര ഒരുപാട് സങ്കടപ്പെട്ടു. അവൾ പറഞ്ഞു, ഈ വീട്ടുകാർ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. എൻ്റെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ കുടുംബത്തിന് ഇനി ആരും ഇല്ലാതായി. അങ്ങനെ ആക്കിയത് ഇവരാണ്, റോഷിന്റെ കുടുംബമാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് സംഘമിത്രയെ ആശ്വസിപ്പിച്ചത് റോസ് രാംടക്കെ ആയിരുന്നു. റോസ് രാംടക്കെ എന്ന് പറയുന്നത് റോഷിന്റെ മാമിയാണ്. വിജയ് കുംഭാരയ്ക്ക് ഒരേ ഒരു സഹോദരനേ ഉള്ളൂ. ആ സഹോദരന്റെ ഭാര്യയാണ് റോസ് രാംടക്കെ. അങ്ങനെ ഇവർ അടുത്തിരുന്ന് സംഘമിത്രയെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് സംഘമിത്ര റോസ് രാംടക്കയോട് പറഞ്ഞു, എനിക്ക് ഇവരെ എല്ലാം അങ്ങ് കൊന്നുകളയാനാണ് തോന്നുന്നതെന്ന്. ഇത് കേട്ട റോസ് രാംടക്കെ സംഘമിത്രയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ ആരും അറിയാതെ ഇവരെ എല്ലാവരെയും അങ്ങ് തീർത്തേക്കണമെന്ന്. പിന്നീട് ഇതിനെക്കുറിച്ച് നിരന്തരം ഇവർ തങ്ങളിൽ സംസാരമായി. സംഘമിത്രയെ റോസ് രാംടക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് പിന്നിലും ഒരു കാര്യമുണ്ട്. വിജയ് കുംഭാരയുടെ മാതാപിതാക്കൾക്ക് അവർ 5 മക്കളാണ്. ആ മാതാപിതാക്കൾ ഈ അടുത്ത സമയത്തായി മരണപ്പെട്ടു. അവരുടെ പേരിൽ 4 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ട്. അത് വീതം വെക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങളുമുണ്ട്. മൂത്ത മകളായ വിജയ് കുംഭാരെ പറഞ്ഞത് 5 മക്കൾക്കും തുല്യമായി അത് വീതിക്കണമെന്നായിരുന്നു. എന്നാൽ നാത്തൂനായ റോസ് രാംടക്കെ പറഞ്ഞത്, നിങ്ങൾ 4 സഹോദരിമാർക്ക് ഒരാങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഈ 4 ഏക്കർ പ്രോപ്പർട്ടി ആ ആങ്ങളയ്ക്ക് നൽകണമെന്നായിരുന്നു. എന്നാൽ വിജയ് കുംഭാരെ അതിനെ ശക്തമായി എതിർത്തിരുന്നു. ആ വൈരാഗ്യം റോസ് രാംടക്കിന്റെ ഉള്ളിലുണ്ട്. ഇപ്പോ അവരെ തീർക്കാൻ ഒരവസരം സംഘമിത്ര വഴി വന്നിരിക്കുകയാണ്. അത് മുതലാക്കാൻ തന്നെ റോസ് രാംടക്ക് തീരുമാനിച്ചു. വിജയ് കുംഭാരെയും കുടുംബത്തെയും ഇല്ലാതാക്കാനുള്ള സഹായം സംഘമിത്രയ്ക്ക് നൽകാമെന്ന് റോസ് രാംടക്ക് അവൾക്ക് പ്രോമിസ് ചെയ്തു. ഒപ്പം അവർ രണ്ടുപേരും കൂടി വരും ദിവസങ്ങൾ ഇതെങ്ങനെ നടത്താമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ സംഘമിത്രയും റോസ് രാംടക്കും തങ്ങളുടെ ഇരകൾക്ക് ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനായി അവർ ആദ്യം ഒരു പോയിസൺ വാങ്ങി. അത് കൊണ്ടുവന്ന് വെള്ളത്തിലും ആഹാരത്തിലും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ ഗ്രീൻ കളർ കണ്ടതിനാൽ ആ ശ്രമം അവർ ഉപേക്ഷിച്ചു. അഗ്രികൾച്ചർ സയൻസിൽ ബിരുദമുള്ള സംഘമിത്രയ്ക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ പോയിസണുകളെ കുറിച്ച് നല്ല ധാരണയായിരുന്നു. അങ്ങനെ നിറവും മണവുമില്ലാത്ത ഒരു പോയിസൺ അവൾ തിരഞ്ഞെടുത്തു. ആ പോയിസന്റെ പേര് ഞാനിവിടെ മനഃപൂർവ്വം പറയാത്തതാണ് കേട്ടോ. പിന്നീട് അത് എവിടെ കിട്ടുമെന്ന് അവൾ തന്റെ ഫോണിലൂടെ സെർച്ച് ചെയ്തു. ഈ വിഷം മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും വാങ്ങാനായി സംഘമിത്ര തീരുമാനിച്ചു. അതിനായി മഹാരാഷ്ട്രയ്ക്ക് തൊട്ടടുത്തുള്ള തെലങ്കാന അവൾ തിരഞ്ഞെടുത്തു. റോസ് രാംടക്ക് തെലങ്കാനയിൽ പോയി ആ വിഷം വാങ്ങി സംഘമിത്രയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. സംഘമിത്ര തന്റെ കയ്യിൽ കിട്ടിയ നിറവും മണവുമില്ലാത്ത ആ പോയിസൺ ചിക്കൻ കറിയിൽ മിക്സ് ചെയ്തു. പിന്നീട് അത് അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും കഴിക്കാൻ നൽകി. അവരത് കഴിച്ച് മരണപ്പെടുകയും ചെയ്തു. ശങ്കർ കുംഭാരയുടെയും വിജയ് കുംഭാരയുടെയും മരണം സാധാരണമാണെന്ന് എല്ലാവരും കണക്കാക്കിയതോടെ, മാത്രമല്ല ആശുപത്രിയിലെ ഒരു ഡോക്ടർമാർക്കും അവരുടെ ഉള്ളിൽ വിഷം ചെന്നിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ റോസ് രാംടക്കെ സംഘമിത്രയെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. ആ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൂടി എത്രയും വേഗം വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ സംഘമിത്രയുടെ ഭർത്താവിന്റെ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം സംഘമിത്രയ്ക്ക് മാത്രമായി വന്നു ചേരുമെന്ന് റോസ് രാംടക്കെ അവളെ ഉപദേശിക്കുകയും ചെയ്തു. അതോടുകൂടി അവർ വീണ്ടും പ്ലാൻ തയ്യാറാക്കി. അന്നത്തെ ദിവസം ദാൽ കറിയിലാണ് ഈ വിഷം ചേർക്കാൻ അവർ തീരുമാനിച്ചത്. അത് അവൾ തന്റെ നാത്തൂനും ഭർത്താവിനും ഒപ്പം അമ്മായിയമ്മയുടെ അനുജത്തിയായ വർഷയ്ക്കും കഴിക്കാൻ നൽകി. വർഷയോടും സംഘമിത്രയ്ക്ക് ഉള്ളിൽ വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ഈ വർഷ ആ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ സംഘമിത്രയെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. റോസ് രാംടക്കിനാണെങ്കിൽ അവളുടെ 2 നാത്തൂന്മാരെ ഒഴിവാകുമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. ആ ഗ്രാമം മാവോയിസ്റ്റ് കേന്ദ്രമായതിനാൽ അവർ അപായപ്പെടുത്തി കൊന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രേതബാധയായിരിക്കാം എന്നൊക്കെ പറഞ്ഞു വരുത്തി. കാരണം ഇവർ 5 പേരും ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്. മെഡിക്കൽ വിഭാഗത്തിന് ഇവരുടെ ദേഹത്ത് ഒരു തുള്ളി വിഷം ചെന്നിട്ടുണ്ടെന്ന് കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഘമിത്രയ്ക്കും റോസ് രാംടക്കിനും കൂടുതൽ ആത്മവിശ്വാസം നൽകി. സംഘമിത്രയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ കുടുംബത്തിൽ അവൾക്ക് ഇല്ലാതാക്കേണ്ടത് അവളുടെ ഡൽഹിയിൽ ജോലിയുള്ള ഭർത്തൃ സഹോദരനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ നാട്ടിലുണ്ട്. സ്വന്തം സഹോദരിയുടെയും സഹോദരന്റെയും ഒക്കെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ശേഷം ആ വീട്ടിൽ തന്നെയുണ്ട്. അങ്ങനെ അവൾ അന്നും ദാൽ കറിയിൽ വിഷം കലർത്തി. പിന്നീട് അത് ഭക്ഷണത്തോടൊപ്പം തന്റെ ഭർത്തൃ സഹോദരനെ കഴിക്കാനായി എടുത്തു വെച്ചു. ഈ സമയത്താണ് ആ വീട്ടിലെ കാർ ഡ്രൈവറും ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. അങ്ങനെ അയാളും ആ കാറിൽ പങ്കിട്ട് കഴിച്ചു. അതോടെ അവർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവരെ ഡൽഹിയിലെ വിദഗ്ധ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി മാറ്റി. ഈ സമയം പോലീസിന്റെ ഫോക്കസ് മുഴുവനും സംഘമിത്രയിലേക്ക് അവർ ഒതുക്കി നിർത്തി. അവളെ ചോദ്യം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പോലീസ് 2 ടീമായി തിരിഞ്ഞു. ഒരു ടീം സംഘമിത്രയെ വിടാതെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു ടീം ഈ കോമളും വിജയ് കുംഭാരയും ശങ്കർ കുംഭാരയൊക്കെ മരണപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെയുള്ള ഡോക്ടർമാരോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അസാധാരണമായി തോന്നുകയോ കാണുകയോ ആരെങ്കിലും പറയുകയോ ചെയ്ത എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്
പോലീസ് കിണഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീനിയർ ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഈ വിഷമൊക്കെ ഉള്ളിൽ ചെന്നിട്ട് ഇവർ ഒരുപാട് ഈ ചൊറിഞ്ഞും കടുത്ത വേദനയും ഒക്കെ എടുത്ത് വെപ്രാളപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ റോഷന്റെ ഈ വെപ്രാളം കണ്ടുകൊണ്ട് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ കുറ്റബോധത്തിലായിരിക്കാം സംഘമിത്ര ആ സീനിയർ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടർ, അവന്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷം ചെന്നിട്ടായിരിക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്ന്. സംഘമിത്രയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ടീമിലേക്ക് ഡോക്ടർ നൽകിയ ആ ഒരു ഇൻഫർമേഷൻ എത്തിയതോടെ സംഘമിത്രയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണ് ഡോക്ടറോട് റോഷിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ പറഞ്ഞതെന്ന് തുടർച്ചയായി സംഘമിത്രയോട് ചോദ്യം ചെയ്തു. പിന്നെ അവൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും പോലീസ് ഇവൾ സെർച്ച് ചെയ്ത വിഷയത്തെക്കുറിച്ച് കണ്ടെത്തിയിരുന്നു. പിന്നെ സംഘമിത്ര എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു. അതോടുകൂടി ഡൽഹിയിലെ ചികിത്സയിലുണ്ടായിരുന്ന സഹോദരനും ആ ഡ്രൈവർക്കും ഉള്ളിൽ ചെന്ന വിഷത്തിനനുസരിച്ച് ചികിത്സ നൽകാൻ സാധിച്ചു. അവരുടെ ജീവനും രക്ഷപ്പെട്ടു. പിന്നീട് സംഘമിത്രയും റോസ് രാംടെക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റോസ് രാംടെക്കും സംഘമിത്രയും ഇപ്പോൾ ജയിലിലാണുള്ളത്. ആ കേസാണെങ്കിൽ വിധി പറയുന്നതിന് വേണ്ടി കോടതി പരിഗണനയിലും. വരും ദിവസങ്ങളിൽ അതിന്റെ ശിക്ഷാവിധി എന്താണെന്ന് നമുക്കിനി അറിയാനിരിക്കുന്നതേയുള്ളൂ. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം വിട പറയുന്നു. ഇറ്റ്സ് മീ ദിവ്യ.